നമ്മൾ ജിന്നുകളെ കുറിച്ച് കേട്ടിട്ടുള്ളത് അറബി കഥകളിലാണ്. ജിന്നുകൾക്ക് പ്രത്യേകമായ ചില സ്ഥലങ്ങളിൽ ആരാധന നടത്തുന്നവരുണ്ട്. പല രൂപത്തിൽ ജിന്നുകൾ വരുമെന്നാണ് വിശ്വാസം. എന്നാൽ ഇനി ജിന്നുകളുടെ കൊട്ടാരത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ട് നോക്കാം. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ജിന്നുകൾക്ക് ഒരു സ്ഥലമുണ്ട്. ഫിറോസ് ഷാ കോട്ടയിലാണ് ജിന്നുകളുടെ ഈ വാസസ്ഥലം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കോട്ടയിൽ ഇപ്പോഴും വിശ്വാസികൾ എത്തുന്നുണ്ട്. ഡൽഹിയിൽ 14-ാം നൂറ്റാണ്ടിൽ സുൽത്താൻ ഫിറോസ് ഷാ തുഗ്ലക് നിർമ്മിച്ച കൊട്ടാര സമുച്ചയത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഫിറോസ് ഷാ കോട്ട്ല എന്ന ദർഗയായി അറിയപ്പെടുന്നത്. സ്വപ്നങ്ങളുണ്ടെങ്കിൽ അത് നടത്തിത്തരാനുള്ള കഴിവ് ഈ കൊട്ടാരത്തിലെ ജിന്നുകൾക്കുണ്ടെന്നാണ് ഇവിടെ എത്തുന്ന പലരും വിശ്വസിക്കുന്നത്. എല്ലാ വ്യാഴാഴ്ചയും ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഇവിടം സന്ദർശിക്കാൻ ധാരാളം ഭക്തർ വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തുന്നുണ്ട്. यहाँ जो लोग आते हैं ना अपनी मुरादें लेके आते हैं, पूरी हो जाती है तो जो भी वो चढ़ाना होता है वो चढ़ा देते हैं. जिन्नात होते हैं, ये जिन्नातों की मज़ार है. बहुत दूर दूर के अजमेर से और तुम्हारा लखनऊ से, कानपुर से काफ़ी भाई दूर के आते हैं. कोई ऐसी बात नहीं और किसी के लिए रोक टोक नहीं है, हिंदू हो या मुसलमान हो, कोई भी हो, एनीथिंग. കോട്ടയ്ക്കുള്ളിലെ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് 13 മീറ്റർ പൊക്കമുള്ള ഒരു മൺതൂണിലാണ്. BC 3-ാം നൂറ്റാണ്ടിൽ അശോക ചക്രവർത്തിയുടേതായിരുന്ന ഈ തൂണുകൾ പോളിഷ് ചെയ്തെടുത്താണ് പള്ളി നിർമ്മിച്ചത്. ലട്ടൂഷ എന്ന പേരുള്ള പണ്ഡിതൻ ഇവിടെ താമസിച്ചിരുന്നപ്പോഴാണ് ജിന്നുകളുടെ കഥകളാൽ ഇവിടെ നിറഞ്ഞതെന്നാണ് പറയപ്പെടുന്നത്. അന്ന് മുതലേ ഇവിടെ വരുന്നവർ ജിന്നുകൾക്ക് കത്തെഴുതി നൽകുമായിരുന്നു എന്നാണ് ചരിത്രം. ജിന്നുകൾ സത്യമോ മിഥ്യയോ എന്നറിയില്ല. അറബിക്കഥയിലെ അലാവുദ്ദീനെ ജിന്നുകൾ സഹായിച്ചതുപോലെ ഇവിടെ എത്തുന്ന തങ്ങളെയും ജിന്നുകൾ സഹായിക്കും എന്ന് തന്നെയാണ് ഓരോരുത്തരും വിശ്വസിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ക്യാമറാമാൻ അമൽ വടകരയ്ക്കൊപ്പം ഷബ്ന, ന്യൂസ് മലയാളം.